പാർലമെൻറ്റിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം ഇന്ന് വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ചർച്ചയും വോട്ടെടുപ്പും നടക്കുകയാണ്. വോട്ടെടുപ്പ് 7 മണിക്ക് നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ബില്ലിൻ്റെ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കടുത്ത വിമർശനങ്ങളാണ് മോദിക്കുമെതിരെ ഉന്നയിച്ചത്. അതിൽ കുറേ കാര്യങ്ങൾ അക്കമിട്ട് രാഹുൽ പറയുന്നുണ്ട്. ഈ ബില്ലിനെ സ്ത്രീകളുടെ ബില്ലെന്നൊരിക്കലും പറയാൻ കഴിയില്ല എന്നാണ്. ഇതിന് കുറേ ഉദാഹരണങ്ങൾ കൂടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇതിന് സ്ത്രീ ശാക്തീകരണമായിട്ട് യാതൊരു ബന്ധവുമില്ല. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കാനുള്ള ബില്ല് കൂടിയിട്ടാണിത്. കൂടാതെ തന്നെ ഇതിലൂടെ മണ്ഡല പുനർനിർണയത്തെ ഒളിച്ചു കടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കൂടിയിട്ട് രാഹുൽ പറയുന്നുണ്ട്. മോദിയുടെ പേര് പരാമർശിക്കാതെ തന്നെ രാഹുൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഒരു ജാലവിദ്യക്കാരനാണ് എന്നുള്ളതാണ്. ഈ നോട്ട് നിരോധനം അതേപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള ഇത്തരത്തിലൊരു ജാലവിദ്യയായിരുന്നു. ഈ ജാലവിദ്യക്കാരന് ബിസിനസ്സുകാരനായിട്ട് ബന്ധമുണ്ട് എന്നടക്കം രാഹുൽ സഭയിൽ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ BJP ഇതിനെതിരെ ഭരണപക്ഷം അടക്കമുള്ള മറ്റു പാർട്ടികൾ വലിയ പ്രതിഷേധം ഉയർത്തുകയും അത് ബഹളത്തിലേക്ക് വഴിമാറുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇപ്പോൾ ചർച്ചകൾ കഴിഞ്ഞ് വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ്. രാഹുൽ ഉയർത്തിയ വിമർശനങ്ങളും ഈ ബില്ല് പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളതും കൂടിയിട്ടാണ്. പ്രതിപക്ഷം ഉറപ്പിക്കുന്ന ബില്ല് പാസ്സാകില്ല എന്ന് തന്നെയാണ്. ജിമ്മി, രാഹുലിൻ്റെ ഇന്ന് സഭയിലെ ആ ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു? അതോടൊപ്പം തന്നെ രാഹുൽ ഉന്നയിച്ച വിമർശനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഈ രാഹുലിൻ്റെ പ്രസംഗം അതിഗംഭീരമാണോ എന്ന് ചോദിച്ചാൽ രാഹുലിൻ്റെ പ്രസംഗത്തിൽ അങ്ങനെ ഒരു മോദിയുടെ തിയേറ്ററിക്സ് ഒന്നുമില്ല. പക്ഷേ ഇന്നത്തെ പ്രസംഗം തമാശകൾ കൊണ്ടും ഈ കുറുക്കിക്കൊള്ളുന്ന ആക്ഷേപങ്ങൾ കൊണ്ടും നിറഞ്ഞു നിന്നായിരുന്നു. ഇത് മാത്രമല്ല, ഇതിനെല്ലാം പോയിട്ട് BJPക്കാർ പോയി കൊത്തുകയും അത് എന്തിനാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്ന് പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. ഉദാഹരണത്തിന് തുടങ്ങുന്ന കഥ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇന്നലെ മോദി വളരെ പരിക്ഷീണനായി സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ നോക്കിയത് ഡേറ്റ് 16, ഏപ്രിൽ 16, ഏപ്രിൽ 16 എന്താ അതിൻ്റെ അർത്ഥം? എപ്സ്റ്റീൻ ആണെന്ന് BJPക്കാർക്ക് മനസ്സിലായി, ഇവർക്ക് കോൺഗ്രസ്സുകാർക്ക് എല്ലാവരും ചിരിക്കുകയാണ്. പക്ഷേ മിണ്ടാൻ വയ്യ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കിരൺ റിജിജു വേറച്ചൊക്കെ എഴുന്നേറ്റ് അത് എന്ത് അല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് മജീഷ്യൻ്റെ കഥ പറയുന്നത്. മജീഷ്യൻ്റെ കഥ പറയുമ്പോൾ ഈ ഓരോ സംഭവം പറയുമ്പോഴും എൻ്റെ കുട്ടിക്കാലത്ത് ഒരു മജീഷ്യൻ വീട്ടിലെ പൂന്തോട്ടത്തിൽ വന്നിട്ട് മാജിക് കാണിക്കുന്നു, അത് ഓരോന്ന് പറയുമ്പോഴും BJPക്കാർ ബഹളം വയ്ക്കുകയാണ്. ഈ രാഹുൽ എന്താ പ്രശ്നം? അപ്പോൾ ഈ BJPക്കാർക്ക് മിണ്ടാനും വയ്യ. പറഞ്ഞ് അവസാനം ചങ്ങലയിൽ കുടുങ്ങിപ്പോയ മജീഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിക്ക് പൊളിഞ്ഞു പോയ കഥ പറയുമ്പോൾ അപ്പോഴേ BJPയുടെ ഇതിൽ ബഹളം അങ്ങ് തുടരുകയാണ്. ഇത് ഞങ്ങളെക്കുറിച്ചാണ്, ഞങ്ങളുടെ നേതാവിനെക്കുറിച്ചാണ്, അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കില്ല, ഇത് ഞങ്ങളെക്കുറിച്ചാണ് എന്ന് പറയുന്ന മട്ടിലങ്ങ് എക്സ്പോസ്ഡ് ആകുന്ന BJP ട്രഷറി ബെഞ്ചുകളാണ് ഇന്ന് കണ്ടത്. അവസാനം പക്ഷേ മാസ്റ്റർ അടിയാനടിച്ചു. അത് ജോക്കായിരുന്നില്ല. ദ മജീഷ്യൻ ഹാസ് ബീൻ കോട്ട്, ദ മജീഷ്യൻ ഓഫ് ബാലക്കോട്ട്, the magician of Sindhur, the magician of demonetization has been caught. അത് തമാശയല്ല. ഞാൻ പറഞ്ഞ അതൊരു ഭയങ്കര ഹെവി ലോഡറായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് പറയാനുള്ള ധൈര്യം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മജീഷ്യൻ ഓഫ് ബാലക്കോട്ട് ആൻഡ് മജീഷ്യൻ ഓഫ് സിന്ധൂർ ഹാസ് ബീൻ കോട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ചാടി എഴുന്നിട്ട് ഇത് രാജ്യത്തെ അപമാനിക്കലാണ്. പറഞ്ഞ് രാജ്യം എന്ന് പറഞ്ഞാൽ നീയല്ല, സൈന്യം എന്ന് പറഞ്ഞാൽ നീയല്ല, അത് വേറെയാണ്, നിങ്ങൾ വെറും ഒരു പൊളിറ്റിക്കൽ പറയാണ്, അവിടെ ഇരി എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ജോക്ക് അവിടെ നിന്ന് മാറി രാഹുൽ ഗാന്ധി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് ഇത് പറയാൻ. അപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇറങ്ങിപ്പോവുകയും ചെയ്തു. മോദി പലപ്പോഴും ചെയ്യുന്നത് ഭയങ്കര ബോഡി ലാംഗ്വേജിലുമൊക്കെ രാഹുൽ ഗാന്ധി മാത്രമല്ല പ്രതിപക്ഷം മുഴുവൻ വളരെ അഗ്രസീവായിരുന്ന ഒരവസ്ഥയും. ഇപ്പുറത്ത് മോദി കേണപേക്ഷിക്കുന്ന നമ്പറിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ നോക്കാം എന്നാണ് ഇന്നലെ മോദിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഒരു തരത്തിലും പ്രതിപക്ഷത്തിൻ്റെ ദയയില്ലാതെ പാസ്സാക്കാനാവാത്തൊരു ബില്ലിൽ എന്തിനാണ് ഇവർ വന്ന് വീണതെന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ തമാശ. ഇന്നത്തെ ഈ ജോക്കുകളുടെ മുഴുവൻ പശ്ചാത്തലത്തിൽ അതുകൂടെ പറയണം. ഞാൻ എന്ത് പറഞ്ഞാലാണ് എന്താണ് പറയേണ്ടാത്തത്, താൻ അതിനെക്കുറിച്ച് ഇല്ല സാർ, അത് പറയില്ല സാർ, ഞാൻ വേറെ പറയാം സാർ എന്നിട്ട് പറഞ്ഞാൽ ഇത് വീണ്ടും കറങ്ങി ഈ ജോക്കിലേക്ക് തന്നെ വരും. ഒരു സിനിമയിൽ മാമക്കോയാണോ ഇന്നസെൻ്റ് ആണോ എന്ന് മറന്നുപോയി, പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടിരിക്കണം. എന്താ കുറ്റം? അത് പോലീസുകാരെ കുരങ്ങാന്ന് വിളിച്ചു എന്നാണ്. അവ പറഞ്ഞു അത് പറ്റില്ല. അപ്പോൾ ചോദിച്ചു സാർ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ കുരങ്ങനെ പോലീസുകാരാന്ന് വിളിക്കാമോ? അത് വേണേൽ വിളിച്ചോ. അപ്പം ഞാൻ പോട്ടെ പോലീസുകാരാ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഈ മാതിരി പരിപാടിയാണ് ഇന്ന് സഭയിൽ കാണിച്ചത്. ഈ വിഷയത്തിൽ ഇന്നലെ മുതൽ മോദിയും അവരുടെ പാർട്ടിയും ചെയ്ത പ്രധാനപ്പെട്ട പണി വനിതാ നാരി ശക്തി ബില്ല് ഒരു എന്താ പറയുക ഒരു പരിചയമായി വെച്ചുകൊണ്ട് ഒരു തന്ത്രമായി വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഡീമോണിറ്റൈസേഷൻ നടത്തണം, ഡീലിമിറ്റേഷൻ നടത്തണം. ഡീലിമിറ്റേഷൻ ഇപ്പോഴത്തെ പോക്കിൽ 2026 തുടങ്ങുന്ന സെൻസസ് പ്രക്രിയ അത് കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ കമ്മിറ്റി വന്നത് ചെയ്യുമ്പോഴത്തേക്കും 2029 കഴിയും.
2029 എന്ന് പറഞ്ഞാൽ അടുത്ത മോദിയുടെ ജനവിധിക്ക് തേടാൻ പോകുന്ന വർഷമാണ്. ഇതാണ് പ്രശ്നം. ഈ ബുദ്ധി 2023 അവർക്ക് തോന്നിയില്ല എന്നുള്ളതാണ് മോദി ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാവുക. കയ്യിലുണ്ടായിരുന്നു ഇത് മുഴുവൻ. അന്ന് വനിതാ ബില്ല് വരുമ്പോൾ അത് 2026 അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞു ഇത് 2034 വരുള്ളൂ. അത് സാരമില്ല എന്ന് പറഞ്ഞ മോദി വിട്ടുപോയതാണ്. ഇപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. പിന്നീട് വന്ന 2024 അതിദയനീയമായി പരാജയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി. ഇനി ഒരൊറ്റ വഴിയുള്ളൂ, എങ്ങനെങ്കിലും 2029 മുമ്പ് മണ്ഡലങ്ങൾ വെട്ടണം, അവർക്ക് അനുകൂലമായി വെട്ടണം. എങ്ങനെ ആസാമിൽ വെട്ടിയതുപോലെ, ജമ്മു കാശ്മീരിൽ വെട്ടിയതുപോലെ അവർക്കത് വെട്ടണം. അത് വെട്ടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ഈ സെൻസസിന് വേണ്ടി കാത്തു നിൽക്കാതെ പഴയ സെൻസസ് വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. മുമ്പ് അവരുടെ പ്ലാൻ കുറച്ചുകൂടെ വലുതായിരുന്നു. 2021 കോവിഡിന് ശേഷം എന്താ സെൻസസ് നടത്താത്തതെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ അർത്ഥഗർഭമായ മൗനമായിരുന്നു. അവർ 2026 വേണ്ടി കാത്തിരുന്നതാണ്. ഏതാ 2026 ശേഷമുള്ള സെൻസസ് വെച്ചാണ് ഡീലിമിറ്റേഷനുള്ള ഒരു നിയമം കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് 2034 വേണ്ടി മോദി വില്ലാളി വീരനായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത്. അടുത്ത 10-15 വർഷത്തേക്ക് എനിക്ക് മുമ്പിൽ എതിരാളികളെ ഇല്ല എന്ന ഒരു ധൈര്യത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ 2024 വാസ് എ ഗെയിം ചേഞ്ചർ. അപ്പം എങ്ങനെങ്കിലും വനിതാ സംവരണത്തിൻ്റെ പേരിലാണെങ്കിൽ അത് വെച്ചിട്ട് ഒരു ഇലക്ഷനാണ് കറക്റ്റ് ടൈം. എന്തുകൊണ്ടാണ് 72 മണിക്കൂറിനകം പെട്ടെന്ന് വിളിച്ചു ചേർത്തതെന്ന് ചോദിച്ചാൽ, ഈ ഇലക്ഷൻ സമയത്താണ് സ്ത്രീകളെ നിങ്ങൾ വഴിയാധാരമാക്കി എന്ന ഒരൊറ്റ ട്രംപ് കാർഡ് വെച്ചിട്ട് എങ്ങനെങ്കിലും പ്രതിപക്ഷത്തെ കൂടെ പിടിക്കാമെന്നാണ് തോന്നിയത്. പക്ഷേ അത് വിലപ്പോയില്ല. സംഭവം മണ്ഡലം വെട്ടാനാണ് വരുന്നത്. ഒന്നോർക്കണം, ഇപ്പോൾ നിയമസഭയിൽ പാർലമെൻറ്റിൽ അമിത്ഷാ നൽകിയ ഉറപ്പ് 50% സീറ്റ് കൂടുതൽ തരാം, അതായത് 20 എന്നുള്ളത് 30 ആവും. അത് നിയമത്തിലില്ല കേട്ടോ, നിയമത്തിൽ അങ്ങനെ ഒരു വരികയില്ല. പക്ഷേ ഞാൻ ഉറപ്പ് തരുന്നു സഭയുടെ ഫ്ലോറിൽ നിന്നാണ്. ഇത് ആക്ച്വലി ഈ ഡീലിമിറ്റേഷൻ വന്നാൽ നമുക്കത് 30 കിട്ടണമെന്നില്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും 50% സീറ്റ് കൂടുതൽ വെച്ചാൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് നേരായ രീതിയിൽ പോവുകയാണെങ്കിൽ. അതൊരു വളരെ വലിയ ഓഫറാണ് വെച്ചത്, വലിയൊരു കൺസീഡിംഗ് ആണ് വെച്ചത്. എന്നാലും കുഴപ്പമില്ല, മണ്ഡലം കൃത്യമായി വെട്ടിയാൽ നമുക്ക് കുറേ സീറ്റുകൾ നമുക്ക് അനുകൂലമാക്കി മാറ്റാമെന്നുള്ള ബുദ്ധിയാണ് നടന്നത്. അത് സ്വാഭാവികമായും പിടിക്കപ്പെടും എന്ന് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിച്ചു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നു. അവർക്ക് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരാളെയും കിട്ടിയില്ല അപ്പുറത്തേക്കെന്നുള്ളതാണ്. അതും BJPയുടെ ഈ ഭരണകാലത്തെ ഒരു വ്യത്യാസമാണ്. എങ്ങനെങ്കിലും ഫ്ലോർ മാനേജ് ചെയ്യുന്ന ഒരു ബുദ്ധി BJP എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്. 2023 വനിതാ ബില്ല് പാസ്സാകുമ്പോൾ 2010 അവതരിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് കോൺഗ്രസിൻ്റെ കാലത്ത്. അതാണ് 2023 അതേ രീതിയിൽ തന്നെ പാസ്സാക്കിയെടുക്കും. അതൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പം എല്ലാം കൊണ്ടും മോദിക്ക് ഇത് തിരിച്ചടിയുടെ ദിവസമാണ്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ബില്ല് എത്തിയിട്ടില്ല, ചിലപ്പോൾ എത്താം, ചിലപ്പോൾ ഇത് നേരത്തെ മറ്റേ FCRയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മൾക്ക് പിന്നെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം, അവസാന നിമിഷം എന്ത് സംഭവിക്കാം. പക്ഷേ ബില്ല് പാസ്സാകാൻ പോകുന്നില്ല ഡെഫിനറ്റ്ലി. യെസ്, ദാസാഹിബ്, ഇതിൽ രാഹുൽ പറഞ്ഞ മറ്റൊന്ന് ദലിത് ന്യൂനപക്ഷ OBC വിഭാഗങ്ങളെ അത്തരത്തിൽ അവരെ അകറ്റി നിർത്താനുള്ള ഒരു ഗൂഢാലോചന കൂടിയിട്ട് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് രാഹുൽ ഇന്ന് പ്രസംഗത്തിനിടെ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇതിനെതിരെ കോൺഗ്രസ് അല്ലെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ജനങ്ങൾക്ക് ഇടയിലേക്ക് എത്തിക്കാൻ എത്രത്തോളം ഇതിന് കഴിഞ്ഞിട്ടുണ്ട്? ഇതിൽ ഇപ്പോൾ സുകേഷ് പറഞ്ഞില്ല, രാഹുൽ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം, രാഹുൽ അത് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഇജാസ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇജാസിനോട് ഞാൻ പറഞ്ഞു, സണ്ണിയും കവിക്കാട് പ്രസംഗിക്കണമാതിരി ഉണ്ടല്ലോ എന്ന് ഞാൻ പറയുകയുണ്ടായി. അതൊരു അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഈ വനിതാ സംവരണ ബില്ല് ആദ്യമായിട്ട് സഭയിൽ വന്നപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത് ശരത് യാദവും ലാലു പ്രസാദ് യാദവുമാണ്. ശരത് യാദവ് അന്ന് ഉപയോഗിച്ച ഒരു വാക്കുണ്ട്, പർക്കാത്തി മഹിള. ഇത് പർക്കാത്തി മഹിളകൾക്ക് വേണ്ടിയിട്ടുള്ള ബില്ലാണ്. പർക്കാത്തി മഹിളേൻ്റെ വാക്കർത്ഥം മുടിമുറിച്ച സ്ത്രീകൾ എന്നുള്ളതാണ്. അപ്പോൾ അത് വിശദീകരിക്കുന്നുണ്ട്. നഗരങ്ങളിൽ വസിക്കുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള സവർണ സ്ത്രീകൾക്ക് മാത്രം 3-1 സീറ്റുകൾ സംവരണം ചെയ്യാനുള്ളൊരു ഏർപ്പാടാണ്. ഞങ്ങളുടെ ആളുകൾക്ക് ഇതിൽ കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇതിനകത്ത് സബ് കോട്ട കൊണ്ടുവരാതെ ഈ ഏർപ്പാട് നടക്കില്ലെന്ന് ശരത് യാദവ് പറഞ്ഞു. ലാലു പ്രസാദ് പറഞ്ഞു, എൻ്റെ മൃതദേഹത്തിൻ്റെ മേലെ കൂടെ നടക്കുകയുള്ളൂ. അപ്പോൾ അന്ന് പക്ഷേ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യയിലെ കോൺഗ്രസും CPM അടക്കമുള്ള ഇന്ത്യയിലെ മുഖ്യധാര സെൻട്രിസ്റ്റ് പാർട്ടികൾ പോലും അതിൻ്റെ കൂടെ നിന്നില്ല. അവർക്കത് മനസ്സിലായില്ല. ഇവരെന്താണ്, ഈ ലാലു എന്താണ് പറയുന്നത്, മുലായം എന്താണ് പറയുന്നത്, ശരത് യാദവ് എന്താണ് പറയുന്നത്, ആ സിഗ്നൽ എടുക്കാനുള്ള ഒരു ആൻറ്റിന പോലും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. പരിഹസിക്കപ്പെടുകയാണ് അന്ന് ലാലു ഒക്കെ ചെയ്തത്. കാരണം അങ്ങേയറ്റം
എന്താണ് അപരിഷ്കൃതരായിട്ടുള്ള മനുഷ്യർ, വനിതാ സമരത്തിനെതിരായിട്ടുള്ള മനുഷ്യർ എന്നുള്ളത് പരിഹസിക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഞാനിത് ചരിത്രത്തിലെ ഒരു എന്താ പറയുക പിരിയൻ ഗോവണി സന്ദർഭമായിട്ടാണ് കാണുന്നത്. അന്ന് ലാലു എന്താണോ പറഞ്ഞത്, ശരദ് യാദവ് എന്താണോ പറഞ്ഞത്, മുലായം സിംഗ് എന്താണോ പറഞ്ഞത്, അത് അപ്പടി ആവർത്തിക്കുകയാണ് ആര് ചെയ്യുന്നത്? രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. നിങ്ങൾ OBC ഒഴിവാക്കുകയാണ്, നിങ്ങൾ ദലിതരെ ഒഴിവാക്കുകയാണ് എന്ന് പറയും. ഇന്നലെ സമാജ്വാദി പാർട്ടിയുടെ ധർമ്മേന്ദ്ര യാദവ്, അസംഗഡ് എന്നുള്ള MP ആണ്, അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് ഇതിനകത്ത് ഇത് കൊടുക്കണം, സബ് കോട്ട കൊടുക്കണം, ദലിതുകൾക്ക് സബ് കോട്ട കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അത് ആ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ്, നമ്മൾ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ ആ നിലയ്ക്കൊരു ഷിഫ്റ്റ് വന്നെന്ന് വെച്ചാൽ 1996 ഇതേക്കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ച നടക്കുമ്പോൾ, അല്ലെങ്കിൽ 2000 ചർച്ച നടക്കുമ്പോൾ സബ് കോട്ട വേണം, പർക്കാത്തി മഹിളകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇത് വെക്കരുത് എന്ന് പറയുമ്പം മാധ്യമങ്ങളാൽ പരിഹസിക്കപ്പെടുകയാണ് ഈ നേതാക്കന്മാർ ചെയ്തുള്ളത്. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധിയെപ്പോലെ ഈ മുഖ്യധാരാ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവായി നിൽക്കുന്ന ആൾ അതേ കാര്യം ഇന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു അസാധാരണമായിട്ടുള്ള പിരിയൻ ഗോവണി നിമിഷം എന്ന് ഞാനതിനെ വിളിക്കും. ഇത് വളരെ പ്രധാനമാണിത്. ഈ വനിതാ സംവരണം നടപ്പിലാക്കുമ്പോൾ അതിൽ സബ് കോട്ട ഏതളവിൽ വരും എന്നുള്ളത്. SC/STക്ക് സബ് കോട്ട ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ OBCകളുടെ കാര്യം എന്താണ്? എഗൻ അതിൽ നമ്മൾ കാണേണ്ടത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന OBC പൊളിറ്റിക്സ്, അല്ലെ ഇന്ത്യയിലെ ഈ പറയുന്ന ബഹുജൻ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങളല്ല, അതുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. കാരണം കാസ്റ്റ് സെൻസസിനെ കുറിച്ച് ഏറ്റവും ശക്തമായി സംസാരിക്കുന്ന ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. എന്തിനു വേണ്ടിയാണ് കാസ്റ്റ് സെൻസസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്? നിങ്ങൾ ഓരോ കാസ്റ്റിൻ്റെയും സാമൂഹിക വിഭാഗത്തിൻ്റെയും അവരുടെ അവസ്ഥ എന്താണെന്ന് പഠിക്കും, ആധികാരികമായിട്ട് ഔദ്യോഗികമായിട്ട് പഠിക്കും, അതിനനുസരിച്ച് അലോക്കേഷൻ. ജിത്ന ആബാദി ഉത്തന ഹക്ക്, ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം പറയുന്നത്. ഈ ജിത്ന ആബാദി ഉത്തന ഹക്ക് എന്ന് പറയുന്ന ഈ ബഹുജൻ പൊളിറ്റിക്സ്, അല്ല അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ചൊരാശയം കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ഒരു മുഖ്യധാര നേതാവ് അത് പാർലമെൻറ്റിൽ വളരെ എന്താ പറയുക ആധികാരികതയോട് മുന്നോട്ട് വെക്കുന്നുള്ളത് ഒരു ചരിത്ര സന്ദർഭമാണ്. അതിൽ തന്നെ മുസ്ലിം സംവരണത്തെക്കുറിച്ച്, OBC സംവരണത്തെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുന്നുള്ളത് നിർണായകമായൊരു സന്ദർഭമാണ്. അത് നടപ്പിലാക്കപ്പെടുമോ ഇല്ലയോ എന്ന്, നടപ്പിലാക്കപ്പെടാനൊന്നും പോകുന്നില്ല, OBC സംവരണമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ആ പൊളിറ്റിക്സ്, പുതിയ രാഷ്ട്രീയം എന്താണ്, ഇന്നത്തെ ഹിന്ദുത്വ ഇന്ത്യയിൽ സാധ്യമായ പ്രതിപക്ഷ രാഷ്ട്രീയം എന്താണ്, അല്ലെങ്കിൽ ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ സാമൂഹിക അടിത്തറ എന്താണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള ധാരണ രാഹുൽ ഗാന്ധിക്കുണ്ട് എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ആ ഒരു പൊളിറ്റിക്സിനെ അതിനൊരു പൊളിറ്റിക്കൽ പ്രാക്ടീസ് ആയി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസ് വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പരാജയം. നോക്കൂ, രാഹുൽ ഗാന്ധി ഇത് കുറേ കാലമായി പറയുന്നുണ്ട്, പക്ഷേ അതിനെ അവരുടെ ഒരു പൊളിറ്റിക്കൽ ആക്ഷനിലേക്ക് മാറ്റിയെടുക്കാൻ അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അവരുടെ പൊളിറ്റിക്കൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട്, അവരുടെ സീറ്റ് അലൊക്കേഷൻ്റെ ഭാഗമായിട്ട്, അതൊന്നും ആ നിലക്ക് ഒരു പൊളിറ്റിക്കൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആക്ഷനാക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അതിലേക്ക് അവർ പ്രവേശിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. ആ നിലക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ ആ ഭാഗം ചരിത്ര പ്രധാനമാണ് എന്ന് ഞാൻ പറയും. ആൻഡ് സെക്കൻഡ് പാർട്ട്, ഇതിൽ ഈ ഡീലിമിറ്റേഷൻ ബില്ലുമായി ബന്ധപ്പെട്ട്, ഡീലിമിറ്റേഷൻ ബില്ലിനെ കുറിച്ച് ഞാൻ ഇന്നലെ ഇദ്ദേഹമായിട്ട് നമ്മുടെ തമിഴ്നാട് മന്ത്രി ഉണ്ടല്ലോ പി ത്യാഗരാജനും ഇദ്ദേഹവും രാജ്ദീപ് സർദേശായും തമ്മിലൊരു ദീർഘമായിട്ടുള്ളൊരു അഭിമുഖം കാണുകയായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ബില്ല് അദ്ദേഹം പറയുന്നത് വെച്ചാൽ, ഒന്നാമത് ഈ ബില്ല് കൊണ്ടുവന്നതിൻ്റെ രീതി ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു ബില്ലാണിത്. ഘടനാപരമായി ഇന്ത്യൻ പൊളിറ്റിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ബില്ല് കൊണ്ടുവന്ന രീതി തന്നെ പ്രശ്നമാണ്. തിരക്കിട്ട് ഇവിടെ 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു അഡ്വാൻസ് നോട്ടീസ് ഇല്ലാതെ പൊടുന്നതിന് അഡ്വാൻസായിട്ട് ഒരു പബ്ലിക് ഡിബേറ്റിന് ഈ ബില്ല് വിധേയമാക്കാൻ പോലുമുള്ള സാവകാശമോ സാഹചര്യമോ ഇല്ലാതെ പൊടുന്നതിനെ ചടപടാന്ന് പറഞ്ഞിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം, ഇന്ത്യൻ പൊളിറ്റിയുടെ ഘടനാപരമായ മാറ്റം വരുന്നൊരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിൽ അസാംഗത്തിൽ അതിലെ അപകടത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചൊരു കാര്യം. അപ്പോൾ ആ സംസാരത്തിനൊടുവിൽ അവസാനത്തെ ചോദ്യമായിട്ട് രാജ്ദീപ് സർദേശായി PTRനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഡോക്ടർ PTR, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ബാൽക്കനൈസേഷനിലേക്ക് നയിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കും. നമുക്ക് ആ ചോദ്യം തന്നെ, അങ്ങനൊരു ചോദ്യം, ബാൽക്കനൈസേഷൻ എന്ന് പറയുന്നത് നിസ്സാരമായ വാക്കല്ല. ദാറ്റ് B വേർഡ് ഈസ് എ ബിഗ് വേർഡ്. നമുക്ക് ഒരു രാജ്യം ചിതറുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ബില്ല് രാജ്യത്തിൻ്റെ ബാൽക്കനൈസേഷനിലേക്ക് നയിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ എന്നാണ് അവസാനത്തെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ മറുപടി ആബ്സല്യൂട്ട്ലി എന്നാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു
ഒരു മന്ത്രി, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് നോക്കൂ, നിങ്ങൾ ഈ രാജ്യത്തെ ബാൽക്കനൈസേഷനിലേക്ക് നയിക്കണം, ചിതറിക്കുകയാണ് ചെയ്യുന്നത് എന്നൊരു ബില്ലിനെക്കുറിച്ച് പറയുന്ന, ആധികാരികമായിട്ട് പറയുന്നു, ഓൺ റെക്കോർഡ് പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായൊരു സാഹചര്യമാണ്. കാരണം ബാൽക്കനൈസേഷൻ എന്ന് പറയുന്ന വാക്ക് അങ്ങനെ എളുപ്പം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കല്ല. അത് ഗുരുതരമായ അർത്ഥവ്യാപ്തിയുള്ളൊരു വാക്കാണ്. അങ്ങനൊരു വാക്ക് ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഫ്രിഞ്ച് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഔട്ട്ലോട്ട് തീവ്രവാദ സംഘടനകളോ അല്ല വാക്ക് ഉപയോഗിക്കുന്നത്. ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ട് ഒരു സംസ്ഥാനത്തെ മന്ത്രിയായിട്ടുള്ള ഒരാൾ അത് പറയുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. അത് ആ നിലയ്ക്ക് ഇവരെന്താണ് അഖണ്ഡ ഭാരതത്തിൻ്റെ ആൾക്കാരെന്ന് പറയുന്ന ആളുകൾ രാജ്യത്ത് ചിതറിക്കുന്ന, രാജ്യത്തെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു നിയമനിർമ്മാണം വളഞ്ഞ വഴിയിൽ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇന്ന് മലയാള മാധ്യമങ്ങളിലടക്കം ഇപ്പം മാതൃഭൂമി പത്രത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സായാൽ ഉണ്ടാവുന്ന ഈ മണ്ഡലത്തിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന മാറ്റം, അതിൽ കേരളം ഇപ്പോൾ ഉള്ളത് 20, ഇനി വരാൻ പോകുന്ന 30 എന്ന് പറഞ്ഞ് ഓരോ സംസ്ഥാനത്തും മാറ്റം വരുന്ന പട്ടിക കൊടുത്തു. എന്താ പട്ടികയുടെ അടിസ്ഥാനം അറിയോ? അമിത്ഷായുടെ വാക്കാണ്. എന്ത് 50% ഇൻക്രീസ് ഉണ്ടാവും. നമുക്ക് സുകേഷ്, ഈ 50% ഇൻക്രീസ് എല്ലാ സംസ്ഥാനത്തും എന്നുള്ളത് ഇവരുടെ പൊയ് വാക്ക് മാത്രമാണ്. അതിന് ലീഗൽ ബൈൻഡിങ് ഇല്ല. ഞാൻ ഈ പറയുന്ന ഡീലിമിറ്റേഷൻ ബില്ല് മുഴുവൻ അരിച്ചുപെറുക്കി വായിച്ചു. അതിനകത്ത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ, ഒന്നാമത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് ഇതിൽ പരമാധികാരമുള്ളത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സുപ്രീം കോടതി ജഡ്ജ്, അവരെ റിട്ടയർഡും ആകാം, അല്ലാത്തതും ആകാം. സുപ്രീം കോടതി ജഡ്ജ് അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് അയാൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷണർ, പിന്നെ സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷണർ. ഇതാണ് ഓരോ സംസ്ഥാനത്തെയും ലോക്സഭാ സീറ്റുകളിലെ, അസംബ്ലി സീറ്റുകളെയും എണ്ണം നിശ്ചയിക്കുന്ന കമ്മീഷൻ്റെ ഘടന എന്ന് പറയുന്നത്. അവരുടെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണ്? ഒരക്ഷരമില്ല. എത്ര സീറ്റ് വേണം, എത്ര സീറ്റാകാം, എന്താണ്, ഒരക്ഷരമില്ല. അവൈലബിൾ സെൻസസ് ആണ് അതിൻ്റെ റെഫറൻസ് ആക്കി വെച്ച്. അവൈലബിൾ സെൻസസ് എന്ന് പറഞ്ഞാൽ അത് ഏത് വർഷത്തെയാണ് എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഉള്ളത് നമ്മളെ സംബന്ധിച്ച് അവൈലബിൾ സെൻസസ് ഏതാണ്? 2011. എന്നിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്നത്, അവർ ആർട്ടിക്കിൾ 8 ഖണ്ഡികയിലാണ് അവരുടെ അധികാരങ്ങൾ പറയുന്നത്. ദ നമ്പർ ഓഫ് സീറ്റ്സ്. ഇത് പറഞ്ഞാൽ മലയാള മാധ്യമങ്ങളിലടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. അമിത്ഷായുടെ വാക്കാണ്. എന്ത് പ്രശ്നം ഉണ്ടാവില്ല, 50% വർദ്ധിക്കുന്നത്. പക്ഷേ ബില്ലിൽ അങ്ങനെ, ബില്ലിൽ പറയുന്നത് ദ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ ടു ബി അലോക്കേറ്റഡ് ടു ഈച്ച് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ആൻഡ് ദ നമ്പർ ഓഫ് സീറ്റ്സ് ഇഫ് എനി ടു ബി റിസർവ്ഡ് ഫോർ SC/ST കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഇവരുടെ ആർട്ടിക്കിൾ 8 ഈ നിയമത്തിൻ്റെ 8 ഖണ്ഡികയിൽ അവരുടെ ഉത്തരവാദിത്തമായി പറയുന്ന ഒന്നാമത്തെ കാര്യം, ലോക്സഭയിലേക്ക് ഓരോ സംസ്ഥാനത്തും യൂണിയൻ ടെറിട്ടറിയിലും അലൊക്കേറ്റ് ചെയ്യേണ്ട സീറ്റുകളുടെ എണ്ണം നിജപ്പെടുത്തുക. അവിടെ റിസർവ് ചെയ്യേണ്ട SC/ST സീറ്റുകളുടെ എണ്ണവും നിജപ്പെടുത്തുക. അതാണ് അവരുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തം. രണ്ടാമത്തെ ഉത്തരവാദിത്തം എന്താണെന്നറിയോ? ദ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് ടു ബി അസൈൻഡ് ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ഈച്ച് സ്റ്റേറ്റ് ആൻഡ് ദ നമ്പർ ഓഫ് സീറ്റ്സ് ഇഫ് എനി ടു ബി റിസർവ്ഡ് ഫോർ SC/ST. ഓരോ സംസ്ഥാനത്തെയും അസംബ്ലി സീറ്റുകളുടെ എണ്ണം നിജപ്പെടുത്തുക, അതിൽ SC/ST റിസർവേഷന് എത്രയാണ് നിജപ്പെടുത്തുക. ഈ 2 അധികാരവും ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷന് കൊടുത്ത ഒരു അധികാരം അവർക്ക്, അപ്പോൾ ഫ്രീ ആണല്ലോ, അവർക്ക് സ്വന്തമായി തീരുമാനം എടുക്കാം. അങ്ങനെ അവർക്ക് അധികാരം കൊടുക്കുന്ന ഒരു ബില്ല് പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ട് അമിത്ഷാ ഇവിടുന്ന് പ്രസംഗിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലപ്പാ, നമുക്ക് 50% കൂട്ടി. അത് പറയാൻ ഇങ്ങേർക്ക് എന്താ അധികാരം? അങ്ങനെയാണ് ഈ ബില്ലിൽ അതിനെക്കുറിച്ച് വല്ല റെഫറൻസ് വേണ്ടേ? ബില്ലിൽ അങ്ങനെ ഒന്നുമില്ല. ബില്ലിൽ ആകെ പറയുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് ഇതിൻ്റെ അധികാരം. അവരുടെ ഉത്തരവാദിത്തം 2 എണ്ണമാണ്. ഓരോ സംസ്ഥാനത്തെയും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിജപ്പെടുത്തുക, അതിനകത്ത് SC/STയുടെ റിസർവേഷൻ നിജപ്പെടുത്തുക. ഓരോ സംസ്ഥാനത്തെയും അസംബ്ലി സീറ്റുകളുടെ എണ്ണം നിജപ്പെടുത്തുക, അതിനകത്ത് SC/STയുടെ എണ്ണം നിജപ്പെടുത്തുക. എന്നിട്ട് അവരങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 10 പറയുന്ന കാര്യമുണ്ടല്ലോ, അതവർ എടുത്തിട്ട് അവർ ഗസറ്റിൽ പബ്ലിസൈസ് ചെയ്യും. Upon publication in the Gazette of India, every such order shall have force of law and shall not be called in question in any court. ഒരു കോടതിയിലും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ലോ ബൈ ഫോഴ്സ് ആണ്. അവർ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോ ബൈ ഫോഴ്സ് ആണ്. അത് കോർട്ടിൽ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇത്രയും
ഡിക്റ്ററ്റോറിയലായിട്ടുള്ള സ്വേച്ഛാപരമായ അധികാരങ്ങൾ നൽകിയിട്ടുള്ള ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഫോം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ബില്ല് പറയുന്നത്. എന്നിട്ട് ഇപ്പുറത്ത് ഇദ്ദേഹം വന്നിട്ട് അങ്ങനെയൊന്നും കുഴപ്പമില്ലെന്നാണ് ആര് വിശ്വസിക്കാനാണ്? അത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഇത് ഒരു സമ്പൂർണ്ണാധികാരമുള്ള സ്വേച്ഛാധികാരമുള്ള ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിയമിക്കുകയും ആ കമ്മീഷൻ അവർക്കിഷ്ടം പോലെ മണ്ഡലങ്ങൾ എണ്ണം നിജപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ 2029 ഇലക്ഷൻ എന്നല്ല, അടുത്തൊരു 100 വർഷത്തേക്ക് മറ്റൊരാളും ഭരിക്കാൻ പാടില്ല. നന്ന ചുരുങ്ങി അടുത്തൊരു 50 വർഷത്തേക്കും മറ്റൊരാൾ നടത്തിയില്ലെങ്കിൽ 2029 ഇലക്ഷൻ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ പിന്നെ ഈ പരിപാടി നടത്താൻ ചിലപ്പോൾ വേറെ നിയമമൊക്കെ വന്നെന്ന് വരും. ഇവിടെ 2029 അല്ല ലക്ഷ്യം. ഞാൻ 2050 അമിത്ഷാ മുമ്പ് 2050 പറഞ്ഞത്. 2050 അല്ല 2100 ആകാം. പക്ഷെ ഇതിൽ പ്രശ്നം എന്താ അറിയോ? ഇതിൽ സദേൺ, പ്രത്യേകിച്ച് തമിഴ്നാട്, അവിടെ വരുന്ന വാദം എന്താണ്? ഇപ്പം NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള TDP ഇതിലെന്ത് പൊസിഷൻ എടുക്കുന്നു എന്നുള്ളത് TDPയെ സംബന്ധിച്ചുള്ള ആന്ധ്രയിൽ വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ പറയുന്നത് നമ്മൾ മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാൽ ഭരിക്കപ്പെട്ടു, നമ്മൾ നോർത്ത് ഇന്ത്യ കമ്പനിയാൽ ഭരിക്കപ്പെടാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ അതാണ്. പക്ഷെ ഇത് സമ്പൂർണ്ണമായി നോർത്ത് ഇന്ത്യൻ കമ്പനിയുടെ അധിനിവേശത്തിലേക്ക് സൗത്ത് ഇന്ത്യ പോവുകയാണ്, അല്ലെങ്കിൽ തമിഴ്നാട് പോവുകയാണ്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പോവുകയാണെന്നുള്ളതാണ് അവരുടെ വികാരം. ആ വികാരത്തിന് സാധുതയുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ കമ്പനിയുടെ അധിനിവേശത്തിൽ കഴിയുന്ന അധിനിവേശ ജനത മാത്രമാണെന്ന് രാജ്യത്തെ ഒരു വിഭാഗം സംസ്ഥാനങ്ങളിൽ വസിക്കുന്ന മനുഷ്യർ വിചാരിക്കുന്നൊരവസ്ഥ, അത് രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതാണോ ദുർബലപ്പെടുത്തുന്നതാണോ എന്ന് ആത്മാർത്ഥമായി ഈ സംഘപ്രവർത്തകരെങ്കിലും ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. യെസ്, ബില്ലിൽ 7 മണിക്ക് വോട്ടെടുപ്പ് നടക്കും എന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും അവസാനം അറിയാൻ കഴിയുന്ന വിവരം. പ്രതിപക്ഷ പാർട്ടികളാകട്ടെ കടുത്ത ആത്മവിശ്വാസത്തിലുമാണ്. ബില്ല് നിയമമായി മാറില്ല, സഭ കടക്കില്ല എന്നാണ് ആത്മവിശ്വാസം. എന്തായാലും അത് അധികം വൈകാതെ തന്നെ നമുക്ക് അറിയാൻ കഴിയും.